CA ജോണി പള്ളിവാതുക്കൽ സാറാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ജോണി സാർ, നമുക്കറിയാം 37 വർഷമായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന ആളാണ്. വിവിധ പബ്ലിക് ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റുകളുടെ കൺസൾട്ടൻ്റാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് എറണാകുളം ഡിവിഷൻ്റെ ചെയർമാനായിരുന്നു. അതുപോലെ വിവിധ കമ്പനികളുടെ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ സീനിയർ ഫാക്കൽറ്റിയായി സേവനമനുഷ്ഠിക്കുകയാണ്. സാറിനെ ഈ ഒരു മേഖലയിൽ ചർച്ച ചെയ്യാൻ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് ഏറ്റവും സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. സാർ, ഈ നിയമത്തിൽ, ഈ പുതിയ അമെൻമെൻറ്റ് ആക്റ്റിൽ, ബില്ലിൽ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആരാണ്, എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ടോ? 5/11/2018 സെക്ഷൻ 15 പ്രകാരം പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തു. അന്ന് പറയുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ടെറിട്ടറി. അതെ. പക്ഷേ 2026 അമെൻമെൻറ്റ് ബില്ലിൽ the designated authority and the administrator will be notified by the central government എന്നാണ് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആക്ട് പാസ്സാവണം. ആക്ട് പാസ്സാവുന്നതിന് മുമ്പ് ബില്ല് പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ബില്ല് പാസ്സായി, ആക്റ്റായി, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ കൺസെൻറ്റ് കൊടുത്ത് പ്രസിഡൻറ്റ് സൈൻ ചെയ്തതിന് ശേഷം ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് അമെൻമെൻറ്റ് റൂള് വരണം. പ്രൊസീജിയർ ഫോംസ്, അതാണല്ലോ റൂൾ എന്ന് പറയുന്നത്. ആ റൂളും നോട്ടിഫൈ ചെയ്താലേ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിയോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരോ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പവർ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കളക്ടർ വഴിയാണ്. ഡിസ്ട്രിക്ട് കളക്ടർ തഹസിൽദാറെ സഹായത്തിനെടുക്കും, തഹസിൽദാർ വില്ലേജ് ഓഫീസറെ സഹായത്തിനെടുക്കും. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് നേരിട്ട് ഇത് മാനേജ് ചെയ്യാൻ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കാരണം സ്റ്റേറ്റിൻ്റെ പല അപ്രൂവൽസും ആവശ്യമുണ്ട്. ഒരു ബിൽഡിങ്, ലാൻഡ്, അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അപ്രൂവല്, റിന്യൂവല്, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പവേഴ്സിൽ വരുന്ന ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്റ്റേറ്റ് അതോറിറ്റീസിനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വയ്ക്കുക. നമുക്കറിയാമല്ലോ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ 3 ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് ലെജിസ്ലേച്ചർ, 2 എക്സിക്യൂട്ടീവ്, 3 ജുഡീഷ്യറി. അപ്പോൾ ആ എക്സിക്യൂട്ടീവ് പവറാണ് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് വന്നു ചേരുക. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്ന ആൾക്ക് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ പവറാണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർ ദി സിവിൽ പ്രൊസീജിയർ കോഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ പവറാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വില്ലേജ് ഓഫീസർ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുകയില്ല എന്ന് തീരുമാനിച്ചാൽ ആ സ്ഥാപനം അതോടെ ഇല്ലാതാവുകയാണ്. തീർച്ചയായിട്ടും അതാണ് അതിനകത്ത് ഏറ്റവും ഭയാനകമായ സിറ്റുവേഷൻ. അപ്പോൾ 16(3) പറയുന്നത് എന്താണ്? അപ്പോൺ വെസ്റ്റിംഗ് ദ അസറ്റ്സ് ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി മേ ഐദർ ഡയറക്ട്ലി ഓർ ത്രൂ അഡ്മിനിസ്ട്രേറ്റർ ടേക്ക് പൊസഷൻ ഓഫ് ദി അസറ്റ്സ്. അവിടെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ചീഫ് സെക്രട്ടറിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ചീഫ് സെക്രട്ടറിക്ക് എറണാകുളത്ത് വന്നിട്ട് ഓരോ സ്കൂളുകളും മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ കൈവശം ഇവരുടെ കയ്യിലോട്ട് എത്തിച്ചേരുകയാണ്. അപ്പോൾ പൊസഷൻ എത്തിച്ചേരുന്നത് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞു വന്നത്. ചീഫ് സെക്രട്ടറിക്ക് ഡയറക്റ്റ് ഓരോ ജില്ലയിലെയും സ്ഥാപനങ്ങളെ ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഡെലിഗേറ്റ് ചെയ്യുന്ന അതോറിറ്റി ഡിസ്ട്രിക്ട് കളക്ടറാണ്. സാർ, അപ്പോൾ ഇതുവരെയും ഇപ്പോൾ ഓൾറെഡി പ്രശ്നത്തിലായിരിക്കുന്ന FCRA അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ ഈ ബില്ല് ആക്ട് ആവുമ്പോൾ ഓൾറെഡി പ്രശ്നത്തിലായിരിക്കുന്ന FCRA അക്കൗണ്ട് ഹോൾഡേഴ്സിന് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്ഥാപനങ്ങൾക്ക്
എന്ത് സംഭവിക്കും? അത് വളരെ ഭയാനകമാണ്. ഞാൻ പറയുവാണെങ്കിൽ ഈ അമെൻമെൻറ്റ് ആക്ട് 2026 പാർലമെൻറ്റിൽ, ലോകസഭയിലും രാജ്യസഭയിലും സിമ്പിൾ മെജോറിറ്റി, അതായത് 50% കൂടുതൽ മെജോറിറ്റി കിട്ടി പാസ്സായാൽ, പ്രസിഡന്റ് അസന്റ് കൊടുത്താൽ, ഗസറ്റ് നോട്ടിഫൈ ചെയ്താൽ, റൂള് നോട്ടിഫൈ ചെയ്താൽ, അന്നു മുതൽ ഈ പറയുന്ന ഏകദേശം 14,000-ൽ കൂടുതൽ സ്ഥാപനങ്ങൾ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാതിരിക്കുകയോ ക്യാൻസൽ ചെയ്യുകയോ സറണ്ടർ ചെയ്യുകയോ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ അവരുടെ അസറ്റെല്ലാം ആ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് മുതൽ ആ അതോറിറ്റിയിൽ വന്നു ചേരും. അത് വളരെ ഭയാനകമാണ്. അപ്പോൾ ഈ അതോറിറ്റി പോലീസിനെ ഉപയോഗിച്ച് പോലീസിൻ്റെ സഹായത്തോടെ ഈ സ്ഥാപനങ്ങളെ ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ ഈ മാനേജ്മെൻ്റ് എല്ലാം അതോറിറ്റിയിൽ വന്നു ചേരും. അഡ്മിനിസ്ട്രേഷൻ, എല്ലാ കാര്യങ്ങളും, അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അവരുടെ റെക്കോർഡ്സ്, അവരുടെ യൂസർ ID, പാസ്വേഡ്, അതുപോലെ അവർ ചെയ്യേണ്ട എല്ലാ ചുമതലകളും ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയാണ് ചെയ്യേണ്ടത്. ആ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യും. അവർ ഓരോരുത്തരെ അപ്പോയിൻ്റ് ചെയ്യും, അവർക്കുള്ള ശമ്പളം കൊടുക്കും, അവർക്കുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കും. അങ്ങനെ ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടായി വരുന്ന അവസരത്തിൽ എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. ഉത്തരം ഒന്നേ ഉള്ളൂ, അതിൻ്റെ അസറ്റെല്ലാം വിറ്റ് അത് ഗവൺമെൻറ് ബോഡിയിലോ അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിക്കും. അതാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. എന്താണ്? ദ റെസ്പോൺസിബിൾ ഫോർ ദി സൂപ്പർവിഷൻ, മാനേജ്മെൻറ്റ്, സേഫ് ഗാർഡിങ്, പ്രിസർവിങ് ഓർ മെയിൻറ്റെയിനിങ് ദി അസറ്റ്സ് സോ വെസ്റ്റഡ് ഓൺ ഇറ്റ്. ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയാണ് പിന്നെ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ബി പറയുന്നു, ദ മാനേജ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദി പേഴ്സൺ whose assets are provisionally vested in it under subsection 1 in such manner for such period as may be prescribed, and the designated authority may utilize foreign contribution for managing such assets and activities. അപ്പോൾ ഈ അസറ്റും അതിൻ്റെ പ്രോപ്പർട്ടീസും എല്ലാം ഈ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അത് കഴിഞ്ഞ് തീർന്നിട്ടില്ല. സെക്ഷൻ 16(4) വരാം. എന്താ പറയുന്നത്? Where in respect of any person referred to in subsection 1, a fresh certificate is granted, b the certificate is renewed, c the certificate is restored. എന്ന് വെച്ചാൽ ഈ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയോ സറണ്ടർ ചെയ്യുകയോ റിന്യൂ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ ഈ പ്രൊവിഷണലായിട്ട് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ വന്ന് ചേരുമെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയുള്ളവർ അത് റിന്യൂവലിന് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ ഇതിനൊരു റിവിഷനുണ്ട്, ആ റിവിഷന് പോയിട്ട് അതിൽ വീണ്ടും റിന്യൂ ചെയ്ത് റീസ്റ്റോർ ചെയ്തെടുക്കുക. അതിനൊരു കാലാവധി പറയുന്നുണ്ട്. വിത്തിൻ സച്ച് പീരീഡ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ആ പീരീഡിനുള്ളിൽ ഇങ്ങനെ റിന്യൂ ചെയ്തെടുത്താൽ എന്ത് ചെയ്യും? ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഷാൽ റിട്ടേൺ ദ അൺയൂട്ടിലൈസ്ഡ് ഫോറിൻ കോൺട്രിബ്യൂഷൻ. ബാങ്കിൽ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ അസറ്റ്സ് എന്തൊക്കെയുണ്ടോ അതും ഈ സ്ഥാപനത്തിന് തിരിച്ചു കൊടുക്കും. നോക്കൂ, ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ വന്നു ചേർന്നിട്ട് അത് റിന്യൂ ചെയ്യുന്നവരെയും ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി പ്രവർത്തിച്ച് പിന്നെ ബാലൻസ് ഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന് റിന്യൂ ചെയ്ത് കിട്ടിയാൽ തിരിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഇതെല്ലാം ഡിസോർഡറായി കഴിഞ്ഞിരിക്കും. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളും രോഗികളും മറ്റുള്ള ആളുകളും എല്ലാം അവിടുന്ന് പോയി കഴിഞ്ഞിരിക്കും. കാരണം ഇത് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, വഴിയാധാരമാകും. അപ്പോൾ അതും ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. പിന്നീട് പറയുന്നു, ഈ പീരീഡിനുള്ളിൽ ഇത് റിന്യൂ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ, അതാണ് സെക്ഷൻ 16(a)(5) പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇത് റിന്യൂ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പെർമനൻ്റ്ലി വെസ്റ്റഡ് ബൈ ദി ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് റിന്യൂ ചെയ്യാതിരിക്കുന്നതും ചെയ്യുന്നതും ക്യാൻസൽ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഏത് കാലത്താണ് ഇത് റിന്യൂ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതും എല്ലാം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. അപ്പോൾ സമയത്തിന് റിന്യൂ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ചെയ്യാതിരുന്നാൽ ഈ അസറ്റ്
പെർമനൻ്റ്ലി വെസ്റ്റഡ് വിത്ത് എ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. നോക്കുക, അപ്പോൾ ഇത് ഇൻസ്റ്റിറ്റ്യൂഷന് യാതൊരു കൺട്രോളും ഇല്ല ഇത് റിന്യൂ ചെയ്ത് കിട്ടുന്ന കാര്യത്തിൽ. അപ്പോൾ എന്ന് റിന്യൂ ചെയ്യണം ചെയ്യണ്ട എന്ന് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് തന്നെ തീരുമാനിക്കും. ഇതിനൊരു അപ്പീൽ മെക്കാനിസം ഇല്ല, ഇതിനൊരു റെമഡി ഇല്ല, ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അങ്ങനെ റിന്യൂ ചെയ്യാതെ കൊടുക്കാതിരുന്നാൽ ഈ അസറ്റ് മുഴുവൻ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ വന്നു ചേരും. അത് വളരെ ഭയാനകമാണ്. തീർച്ചയായും. ഇനി അങ്ങനെ വന്നു ചേരുന്ന അസറ്റ് എന്ത് ചെയ്യണമെന്നാണ് സെക്ഷൻ 16A സബ്സെക്ഷൻ 6 പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഷാൽ അപ്ലൈ ദ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആൻഡ് ദി അസറ്റ്സ് പെർമനൻ്റ്ലി വെസ്റ്റഡ് ഇൻ ഇറ്റ് ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് മേ ബൈ ആൻ ഓർഡർ. അപ്പോൾ ഇങ്ങനെ പെർമനൻ്റായിട്ട് വെസ്റ്റ് ചെയ്തിരിക്കുന്ന അസറ്റ് ഒരു ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ, ഒന്ന്, ട്രാൻസ്ഫർ ഓഫ് സച്ച് അസറ്റ്സ് ടു എനി മിനിസ്ട്രി, ഏതെങ്കിലും മന്ത്രാലയത്തിൻ്റെ കീഴിലാക്കാം. രണ്ട്, എനി ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാക്കാം. മൂന്ന്, അതോറിറ്റി, ഏതെങ്കിലും ഗവൺമെൻറ് അതോറിറ്റിയിൽ വന്നു ചേരാം. നാല്, ഓർ ഏജൻസി ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഏതെങ്കിലും ഏജൻസിക്ക് കൈമാറാം. ഓർ ലോക്കൽ അതോറിറ്റി. ആരാണ് ലോക്കൽ അതോറിറ്റി? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. നമ്മുടെ സ്കൂളുകൾ, കോളേജുകൾ, ആതുരാലയങ്ങൾ, ഓർഫനേജസ്, ഹോസ്പിറ്റൽസ്, ഇതെല്ലാം ഒരു ലോക്കൽ അതോറിറ്റിക്ക് വേണമെങ്കിൽ കൊടുക്കാം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അങ്ങനെ കൊടുത്തു കഴിയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ബാക്കിയുണ്ടെങ്കിൽ, ഡിസ്പോസ്ഡ് ഓഫ് സച്ച് അസറ്റ്സ് ത്രൂ സെയിൽ ഓർ എനി other appropriate process in such manner as may be prescribed and credit the balance to the consolidated fund of India. നോക്കൂ, ഇത് വിറ്റ് കാശാക്കി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് വിൽക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സാധാരണ കാണുന്ന പോലെ ആധാരമൊന്നും വേണ്ട, ഒരു സെയിൽ സർട്ടിഫിക്കറ്റ്. ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം വന്നു ചേരും. അതൊരു രജിസ്ട്രേഷൻ പ്രോസസ്സിൽ കൂടെ അല്ല, ഒരു സെയിൽ സർട്ടിഫിക്കറ്റ് മതി ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാനോ വിൽക്കാനോ. ഇതാണ് സെക്ഷൻ 16 സബ്സെക്ഷൻ 6B പറയുന്നത്. സർ, അതുപോലെ തന്നെ ഈ ബില്ല് പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ ആഭ്യന്തര സഹമന്ത്രിയാണ് പ്രസൻറ്റ് ചെയ്തത്. അതിന് പ്രതിപക്ഷ അംഗങ്ങൾ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബില്ല് തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടു, അങ്ങ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞത്, ശരിയാണ്, ഇത് ഡേഞ്ചറസ് ആണ്, പക്ഷേ ഈ പണം ഫോറിൻ കോൺട്രിബ്യൂഷൻ മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്കാണ് ഈ ബില്ല് അപകടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നിയമത്തിൽ സർ സെക്ഷൻ 16A സബ്ക്ലോസ് 7 റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആ റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ ആ ആരാധനാലയത്തിന് വേണ്ടി തന്നെ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഉപയോഗിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ തത്വത്തിൽ ഇത് മതന്യൂനപക്ഷങ്ങളെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിയമമാണോ? സെക്ഷൻ 16A സബ്സെക്ഷൻ 7 പറയുന്നത്, ഏതെങ്കിലും ആരാധനാലയങ്ങളാണ് ഇങ്ങനെ വെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി എങ്കിൽ അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഈ സ്ഥാപനം ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് ഒരു അപേക്ഷ കൊടുത്താൽ, ആ അപേക്ഷ വെച്ചുകൊണ്ട് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് യുക്തമെന്നുള്ള രീതിയിൽ ആ ആരാധന സ്വാതന്ത്ര്യം തടയാത്ത രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അത് വിട്ടുകൊടുക്കുകയല്ല. സച്ച് മാനർ ആൻഡ് സച്ച് കണ്ടീഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, അതിൻ്റെ നിബന്ധനകളോടുകൂടി ആ ആരാധനാലയത്തിൽ നമസ്കരിക്കണോ, നിസ്കരിക്കണോ, അല്ലെങ്കിൽ പൂജ ചെയ്യണോ, അല്ലെങ്കിൽ കുർബാന ചെല്ലണോ എന്നുള്ളത് തീരുമാനിക്കാൻ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് അധികാരമുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ വന്നത് വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 25, 26, 27, 28 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ.
അപ്പോൾ ഒരു ആരാധനാലയം ഇങ്ങനെ വിദേശ ഫണ്ട് കൊണ്ട് പണിതു എന്നുള്ള കാരണത്താൽ അതിൻ്റെ രജിസ്ട്രേഷൻ റിന്യൂവൽ റിജക്റ്റ് ചെയ്യുന്നു. അപ്പം ആ ഘട്ടത്തിൽ അത് മതപരിവർത്തനമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വയലേഷനാണോ എന്നുള്ളതല്ല ഇവിടെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യം. ഏത് തരത്തിലുള്ള വയലേഷനാണെങ്കിലും അതിന് ഗവൺമെൻറ്റിന് ആ മതസ്ഥാപനത്തെ ഏറ്റെടുക്കാനും ആ സ്ഥാപനത്തിൽ തിരുക്കർമ്മങ്ങളോ പൂജകളോ നിസ്കാരങ്ങളോ നടത്താനായിട്ടുള്ള അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് ഈ സെക്ഷൻ 16(7) പറയുന്നത്. അപ്പോൾ ജാതി മത ഭേദമന്യേ ഇതെല്ലാവരെയും ബാധിക്കുന്നതാണ്. അല്ലാതെ മതപരിവർത്തനത്തിനുള്ള തടയാനുള്ള ഒരു നിയമമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ഇത് വാസ്തവത്തിൽ മതസ്വാതന്ത്ര്യത്തിനെതിരാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, ഫ്രീഡം ഓഫ് റിലീജിയനെതിരാണ്. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 30 എന്താ പറയുന്നത്, മൈനോറിറ്റി റൈറ്റ്. ആ മൈനോറിറ്റിയുടെ സ്വാതന്ത്ര്യത്തിനും എതിരായിട്ടാണ് ഈ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നത് വഴി വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഒരു മതങ്ങളുടെ സ്ഥാപനങ്ങളും ഫോറിൻ കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ച് പണിതു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അവരുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടേക്ക് ഓവർ ചെയ്യുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അത് പർപ്പസ് ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഡിഫീറ്റ് ചെയ്യുന്നു. അത് അതിൻ്റെ പർപ്പസ് അതിന് വേണ്ടിയിട്ടല്ല, റെഗുലേറ്റ് ചെയ്യാനാണ്, അല്ലാതെ ടേക്ക് ഓവർ ഓഫ് അസറ്റ്സ് അല്ല. സാർ അതുപോലെ തന്നെ നമ്മുടെ ഈ 16 സബ്ക്ലോസ് L പേഴ്സൺസിനും ക്ലാസ് ഓഫ് പേഴ്സൺസിനും ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ് എക്സംഷൻ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൽപര കക്ഷികൾക്ക് ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും രക്ഷപ്പെടാം എന്നതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള സൂചനയാണോ സാർ ആ പ്രൊവിഷൻ? അത് എങ്ങനെയാണെങ്കിലും മിസ്യൂസ് ചെയ്യപ്പെടും. അതായത് ഒരു പ്രത്യേക കാരണങ്ങളാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാപനങ്ങൾക്ക് മതങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ഒഴിവ് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇതെല്ലാം മിസ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. ഇതാരാണ് ഈ ഒഴിവ് കൊടുക്കുന്നത്? പാർലമെൻറ്റോ അതിനകത്ത് ലോകസഭയോ രാജ്യസഭയോ കൂടിയിട്ടൊന്നുമല്ല. ഈ ഒഴിവ് കൊടുക്കുന്നത് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കാം. അത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ പവറിലാണ് ഈ പെർമിഷൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ എക്സംഷൻ കൊടുക്കുന്നതും. അപ്പോൾ സെക്ഷൻ 16 L പ്രകാരം ഒരു എക്സംഷൻ കൊടുക്കുന്ന പവർ വെസ്റ്റഡ് വിത്ത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. ഹൂ ഈസ് ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി? Designated authority is an authority notified by the central government. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ളവർക്ക് എക്സംഷൻ കൊടുക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് അത് എക്സംഷനിൽ നിന്ന് കൊടുക്കാതിരിക്കാം. ഇതെല്ലാം മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പ്രൊവിഷനാണ്. അപ്പോൾ എനിക്ക് എക്സംഷൻ കിട്ടും എന്ന് വിചാരിച്ച് ഞാൻ ഈ ബില്ലിനെ അനുകൂലിക്കുന്നത് അത് ഒരിക്കലും ശരിയല്ല, ഭൂഷണമല്ല, അതൊരിക്കലും ശരിയല്ല. അതുപോലെ തന്നെ എക്സംഷൻ്റെ മിസ്യൂസ് വളരെയധികം വരും. അതൊന്നും ജസ്റ്റിഫയബിൾ അല്ല. എക്സംഷൻ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഈ ബില്ല് പാസ്സാകാം എന്ന് വിചാരിക്കുന്നത് തീർത്തും തെറ്റാണ്. സാർ, ഇവിടെ ക്രൈസ്തവ സഭയും ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുമാണ് ഈ അമെൻമെൻറ്റ് ബില്ലിനെതിരെ കൂടുതലായി രംഗത്ത് വരുന്നത്. മറ്റ് സമുദായത്തിൽ നിന്നോ മറ്റ് ആളുകളോ ഈ ബില്ലിനെതിരെ സംസാരിക്കുന്നതായി അത്ര പ്രകടമല്ല. അതെന്തുകൊണ്ടായിരിക്കും? ഒരു പക്ഷേ എൻ്റെ നിരീക്ഷണത്തിൽ 2-3 കാരണങ്ങളുണ്ട്. അതൊരുപക്ഷെ ശരിയായിരിക്കാം, അത് കൂടുതൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഈ ക്രിസ്തീയ സ്ഥാപനങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഈ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ആക്ടിവിറ്റീസ് ഇന്ത്യയിൽ സാമൂഹ്യ രംഗത്ത് മുന്നോട്ട് വന്നിരുന്നു. ഒരുപാട് മിഷണറിമാരും ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും സേവന രംഗത്ത് മുന്നോട്ട് വന്നു. അതിലധികം പേരും ക്രിസ്ത്യൻസാണ്. നമുക്കറിയാൻ പറ്റും, നമ്മൾ പല നേതാക്കന്മാരും എല്ലാം ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചതൊക്കെ, കോളേജുകൾ, സ്കൂളുകൾ, ഇതൊക്കെ. ഈവൻ
നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം വരെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുള്ളവരാണ്. തീർച്ചയായും. അപ്പോൾ ഇന്ന് പല മന്ത്രിമാരും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ക്രിസ്ത്യൻസ് ആതുര സേവന രംഗത്ത് മുൻപന്തിയിലായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് എപ്പോഴും ഒരു ഭാവി മുന്നോട്ട് കണ്ടിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അപ്പോൾ ഈ വിദേശ ഫണ്ട് കൊണ്ട് അധികവും ക്രിസ്ത്യൻസ് അസറ്റ് ക്രിയേറ്റ് ചെയ്തു. അതായത് ലാൻഡ്, ബിൽഡിങ്. എന്തിനാണ്? അത് ഭാവിയിൽ വരും തലമുറയ്ക്ക് ദീർഘകാലത്തേക്ക് അതിൻ്റെ ഉപയോഗം കിട്ടാനാണ്. ഒരു ആശുപത്രി, ഒരു സ്കൂള്, അല്ലെങ്കിൽ ഒരു പള്ളി, അല്ലെങ്കിൽ ഒരു ഓർഫണേജ്, അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ഉള്ളത്, അല്ലെങ്കിൽ പ്രായമായവർക്ക്, മാനസിക രോഗികൾക്ക്, മുക്കുവന്മാർക്ക്, ആദിവാസികൾക്ക്, അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? അസറ്റ് വേണം. ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് അസറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം ക്രിസ്ത്യൻസിന് ഒരുപാട് അസറ്റ്സ് ഉണ്ടാവാം. ആ അസറ്റ് എല്ലാം പബ്ലിക്കിന്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരെയാണ് ഈ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നത് വഴി കൂടുതൽ ബാധിക്കുന്നത് ഒരു പരിധിവരെ. രണ്ടാമത്, ക്രിസ്ത്യൻസിന് പല സ്ഥാപനങ്ങൾക്കും വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ വൈദികർ, നമ്മുടെ സഹോദരിമാർ വിദേശത്ത് പോയി ജോലി ചെയ്ത് അവിടെ ഫണ്ട് സ്വരൂപിച്ച്, അതുപോലെ തന്നെ വെൽവിഷേഴ്സിൻ്റെ കയ്യിൽ നിന്നല്ല പണം സ്വരൂപിച്ച് FCRA അക്കൗണ്ടിലേക്ക് ഡൊനേറ്റ് ചെയ്ത് ആ ഫണ്ട് വഴിയാണ് ഇവിടെ ഈ അസറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മറ്റുള്ള സമുദായങ്ങൾ ഒരുപക്ഷെ അവർക്ക് സഹായം കിട്ടുന്നത് മറ്റ് ഏജൻസികളിൽ നിന്നാണെങ്കിലും അവർക്ക് അസറ്റായിരിക്കില്ല അവർ ചെയ്തത്. അവരിവിടെ സാമൂഹ്യ സേവനങ്ങൾ ചെയ്തു. വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും മറ്റുള്ള സോഷ്യൽ വർക്കിനുമൊക്കെ ചിലവായി പോയിട്ടുണ്ടാവും പൈസകൾ. പക്ഷേ നമ്മൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ആളുകൾ അധികവും, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ ഇൻകം കൊണ്ടാണ് ഇവിടെ FCRA വഴി വരുന്നത്. അപ്പോൾ അതെപ്പോഴും ഒരു അസറ്റിലാണ് കണ്ടു ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ അവർ അസറ്റ് കൂടുതൽ ടേക്ക് ഓവർ ചെയ്യുന്നതിൽ അവർക്ക് വളരെ ആൻസൈറ്റി ഉണ്ടാവും, കൺസേൺസ് ഉണ്ട്. കാരണം ഈ അസറ്റ് പോയാൽ പിന്നെ സ്ഥാപനം നിലനിൽക്കില്ല. ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് ഇതൊന്നും നോക്കിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഗവൺമെൻറ്റിന് പിടിപ്പത് വേറെ ഒത്തിരി ജോലികളുണ്ട്. ഒരു ഗവൺമെൻറ് മിഷണറിയിൽ NGO ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റില്ല. നമുക്കറിയാമല്ലോ, ഇന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 3 ബ്രാഞ്ചസ്, ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി കൂടാതെ NGOയും ഒരു ബ്രാഞ്ചാണ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, ഇൻക്ലൂഡിങ് മീഡിയ. അപ്പോൾ ഈ 5 ബ്രാഞ്ചസ് ഉണ്ട്. മീഡിയ ഉണ്ട്, NGO ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഈ 5ാമത്തെ NGO ബ്രാഞ്ചിനെ ഇല്ലായ്മ ചെയ്യുന്നത് വഴി സമൂഹത്തിൽ തീരാ നഷ്ടം ഉണ്ടാവും. ഒരുപാട് പേരുടെ ചികിത്സ ചെയ്യാൻ പറ്റാതെ വരും. ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ വരും. ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റാതെ വരും. വൃദ്ധന്മാരായിട്ടുള്ളവർ, മാനസിക രോഗികളായിട്ടുള്ളവർ, അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻ, ഓർഫണേജ് ആയിട്ടുള്ള ചിൽഡ്രൻ, ഇവരെല്ലാം വഴിയാധാരമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അത് ഇന്ത്യക്ക് ഒരിക്കലും ഒരു ആരോഗ്യകരമല്ല. സമൂഹ മാധ്യമങ്ങളിലായിക്കോട്ടെ, രാഷ്ട്രീയ പ്രമുഖരായിക്കോട്ടെ, അവരെല്ലാം ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, ഇത് ഈ ഒരു ബില്ല് മെത്രാന്മാരെയും വൈദിക മേലധ്യക്ഷന്മാരെയും കുറച്ച് അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും മാത്രം ബാധിക്കുന്നതാണ്, സാധാരണക്കാരെ ഇത് യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല എന്നുള്ള വ്യാഖ്യാനങ്ങളാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് അനുകൂലമായി നിൽക്കുന്ന സംഘടനകൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഇതാണ്. സാർ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ എപ്പോഴും ഒരു ഫോറിൻ കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിയുമ്പോൾ ഒരു ദീർഘകാല വീക്ഷണത്തോടെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു സ്ഥലം വാങ്ങിക്കുക, കെട്ടിടം പണിയുക, ആ
കെട്ടിടവും സ്ഥലവും ഉപയോഗിച്ച് ഒരു ആശുപത്രി, ഒരു സ്കൂള്, ഒരു ഓർഫണേജ്, അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് അല്ലെങ്കിൽ വൃദ്ധമന്ദിരം, അല്ലെങ്കിൽ ഒരു മാനസിക രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രം, അല്ലെങ്കിൽ ഒരു ക്യാൻസർ കെയർ പാലിയേറ്റീവ് കെയർ സെൻറ്റർ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് നടത്തുക. അപ്പോൾ ആ സ്ഥാപനങ്ങൾ വഴി ആളുകൾക്ക് ചികിത്സയും വിദ്യാഭ്യാസവും മറ്റുള്ള സേവനങ്ങളും കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, ഈ ആരോപണങ്ങൾ ശരിയല്ല. ഇത് മേലധ്യക്ഷന്മാരെയോ അല്ലെങ്കിൽ മറ്റ് ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ഇത് ബാധിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഒരു സ്കൂളോ കോളേജോ ഒരു ആശുപത്രിയോ നിന്നു പോകുന്ന ഒരു അവസ്ഥ വന്നാൽ സമൂഹത്തിനെ മൊത്തത്തിലാണിത് ബാധിക്കുന്നത്. അപ്പോൾ പരോക്ഷമായിട്ട് ആളുകൾക്ക് നന്മ ചെയ്യുന്ന സ്ഥാപനങ്ങളാണിതെല്ലാം. അല്ലാതെ എനിക്ക് കടമുണ്ട്, ആ കടം തിരിച്ചടയ്ക്കാൻ FCRA എന്ന് വായ്പ കിട്ടിയില്ല അല്ലെങ്കിൽ സംഭാവന കിട്ടിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എനിക്ക് പഠിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, കുറഞ്ഞ നിരക്കിൽ ഫീസ് വാങ്ങിച്ചുകൊണ്ട് ഫീ കൺസെഷൻ തരികയോ ചികിത്സാ രംഗത്ത് ഫ്രീ ട്രീറ്റ്മെൻറ്റോ കൺസെഷണൽ ട്രീറ്റ്മെൻറ്റോ അതല്ലെങ്കിൽ ചികിത്സ നേടാനുള്ള അവസരങ്ങളോ പഠിക്കാനുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ നോക്കുന്ന സ്ഥാപനങ്ങളോ അതെല്ലാം സമൂഹത്തിന് ഉപയോഗപ്രദമായ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ടാരും FCRA ഫണ്ട് തന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. നമുക്കറിയാമല്ലോ, FCRA എന്ന് ഫണ്ട് വരുന്നത് പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അത് താഴെ പറയുന്നതാണ്. ഒന്ന്, ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ലൈക്ക് റിലീഫ് ഓഫ് ദ പുവർ, അതായത് ആരോഗ്യരംഗത്ത്, പിന്നെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ രംഗത്ത്, പിന്നെ റിലീജിയസ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് ഫണ്ട് വരുന്നത്. അല്ലാതെ ഒരാളുടെ ലോൺ റീപേ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അങ്ങനെയൊന്നുമല്ല. അവർക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ സ്വയം തൊഴിൽ കണ്ടെത്തലിന് സഹായിക്കുന്നുണ്ട്, ജീവിത മാർഗങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മുക്കുവന്മാർക്ക് വല വാങ്ങിച്ചു കൊടുക്കും, കുട്ടികൾക്ക് അല്ലെങ്കിൽ ചില കുടുംബങ്ങൾക്ക് പശുവിനെ വാങ്ങിച്ചു കൊടുക്കും, ആടിനെ വാങ്ങിച്ചു കൊടുക്കും, കോഴിയെ വാങ്ങിച്ചു കൊടുക്കും, കോഴിക്കൂട് ഉണ്ടാക്കാൻ സഹായിക്കും, വീട് പണിയാൻ സഹായിക്കും. അങ്ങനെ വിവിധ തരത്തിലുള്ള ലോങ് ടൈം ബെനിഫിറ്റ് അല്ലെങ്കിൽ ദീർഘകാല ഗുണങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായിട്ട് ഒരാളെ വിളിച്ച് അയാൾക്കുള്ള കടബാധ്യത തീർക്കാനായിട്ട് പൈസ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എന്തിനാണെങ്കിലും നമ്മുടെ ഈ അസറ്റെല്ലാം ഇവിടെ പൊതുജനങ്ങൾക്ക്, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഉപയോഗം ഈ ജനങ്ങൾക്ക് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സ്ഥാപനങ്ങൾ നിന്നുപോയാൽ ഈ സൊസൈറ്റിയിൽ തീരാ നഷ്ടമായിട്ട് മാറും. 2010 നിയമത്തിൽ 2018 20 21 അമെൻമെന്റുകൾ കൊണ്ടുവരുന്നു. അത് ഈ നിയമത്തെ കൂടുതൽ കാർക്കശ്യ സ്വഭാവമുള്ളതാക്കുന്നു. അതിനുശേഷം എല്ലാവിധ ഡോക്യുമെന്റ്സും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും ഒക്കെ നേടി ആ അമെൻമെന്റിന്റെ പശ്ചാത്തലത്തിൽ തന്നെ 14,000-15,000 അക്കൗണ്ടുകൾക്ക് റിന്യൂവൽ നൽകാതെ വരുന്ന സാഹചര്യത്തിൽ, കൊടുക്കാതെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ 2026 അസറ്റുകൾ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു അമെൻമെന്റ് കൊണ്ടുവരുന്നു. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ചതി നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുമോ? എന്താണ് സാറിന്റെ? ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് എന്നുള്ള നിലയിൽ ഞാനതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂയിലേക്ക് കിടക്കുന്നില്ല. എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് 25/3/2026 16,000 രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഒരു 3 ദിവസം മുമ്പ് ആ സൈറ്റിൽ നോക്കിയപ്പോൾ അത് 14,500 കുറഞ്ഞു. നോക്കുക, 16,000 രജിസ്ട്രേഷൻ
ലോകസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്നത് 14,500 കുറയുമ്പോൾ ഏകദേശം 1,500ഓളം രജിസ്ട്രേഷൻസ് ഈ ദിവസങ്ങളിൽ തന്നെ റിജക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാൻസലായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സറണ്ടർ ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത്, ഈ ആക്ട് പാസ്സായി അത് നോട്ടിഫൈ ചെയ്ത് വന്നാൽ ഈ പറയുന്ന 14,000 പിന്നെ 1,500 കൂടി 15,500 സ്ഥാപനങ്ങളുടെ അസറ്റുകൾ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ വന്നു ചേരുന്ന അപകടമുണ്ട്. 2021 ശേഷം റിന്യൂ ചെയ്യാത്ത ആയിരക്കണക്കിന് കേസ് സ്ഥാപനങ്ങളുണ്ട്. ഇനിയിപ്പോൾ 2026 ഡ്യൂ ആവുകയാണ്. രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യേണ്ട സമയമായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ FCRA രജിസ്ട്രേഷൻ നിലവിലുള്ളവരുടെ എണ്ണം കുറയും. ബാക്കി ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിലേക്ക് അസറ്റ് മുഴുവൻ വന്നു ചേരും. ചുരുക്കാൻ പറഞ്ഞാൽ ഇതൊരു നാഷണലൈസേഷൻ ഓഫ് NGO ആണെന്ന് വരെ എനിക്ക് തോന്നിപ്പോവുക. അതായത് ഒരു ദേശവൽക്കരണം. NGO സ്ഥാപനങ്ങളെ മുഴുവനും അസറ്റ് ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകുന്നു. ഇത് ഭയാനകമായ ഒരു സിറ്റുവേഷനാണ് ഇന്ത്യയിൽ. എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പാടില്ല. ഇത് ഇനി നമുക്ക് ഈ ബില്ല് വരാതിരിക്കാൻ, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാനാവും? എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഒന്ന്, നമ്മൾ ഈ ബില്ല് ഇതേപോലെ പാസ്സാകാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകരുത്. അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമുക്കറിയാം 2025 ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വന്നു. 1/4/2026 മുതൽ. 1961 ആക്ട് 2025 റിപ്പീൽ ചെയ്തു. എന്നിട്ട് പുതിയ ആക്ട് വന്നു. പുതിയ ആക്ട് വന്നപ്പോൾ ലോകസഭയിലും രാജ്യസഭയിലും അത് പാസ്സായി. പാസ്സാകുന്നതിന് മുമ്പ് ഇൻകം ടാക്സ് ബിൽ 2025 ആദ്യം പ്രസൻറ്റ് ചെയ്തു. ആ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ഒരു എക്സ്പേർട്ട് കമ്മിറ്റിക്ക് വിട്ടു. ആ എക്സ്പേർട്ട് കമ്മിറ്റി ഇന്ത്യ മുഴുവനുമുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കമ്പനികളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞു. സാവകാശം കിട്ടി. ആ കമ്മിറ്റിയിൽ വേണ്ട രീതിയിൽ ചർച്ച ചെയ്ത് ആരെല്ലാം ഇത് ബാധിക്കുന്നോ അവരുടെ എല്ലാ ഒപ്പീനിയൻ എടുത്ത് എക്സ്പേർട്ട് കമ്മിറ്റി ശരിയായ രീതിയിൽ പഠിച്ച്, അതിൽ കേരളത്തിൽ നിന്നുള്ള MPമാരും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു, നമ്മൾ ഓർക്കണം. അങ്ങനെ ആ കമ്മിറ്റി പഠിച്ച് പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്ത് പാസ്സാക്കിയ ഒരു നിയമമാണ് 1/4/2026 മുതൽ നിലവിൽ വന്നത്. FCRA അമെൻമെൻറ്റ് ബില്ല് ഈ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ മതസ്ഥാപനങ്ങളെയും മറ്റ് സാമൂഹ്യ സംഘടനകളെയും ആശുപത്രികളെയും മറ്റുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ എല്ലാം ബാധിക്കുന്ന ഒരു അമെൻമെൻറ്റ് ബില്ലായതുകൊണ്ട് അത് തീർത്തും അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് ഓർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 300A വെസ്റ്റിംഗ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് എനി പേഴ്സൺ വയലേഷനാണ്. ആർട്ടിക്കിൾ 25, 26, 27, 28 ഫ്രീഡം ഓഫ് റിലീജിയൻ മതസ്വാതന്ത്ര്യത്തിനെതിരാണ്. ആർട്ടിക്കിൾ 30 മൈനോറിറ്റി ഇൻട്രസ്റ്റ് അതും വയലേഷനാണ്. ആർട്ടിക്കിൾ 14 അതായത് ആർബിട്രറിനെസ് എന്ന് വെച്ചാൽ നമുക്ക് ഫെയർ അല്ലാത്ത ഒരു കാര്യമാണിത്. ഒരു വിദേശ ഫണ്ടും ലോക്കൽ ഫണ്ടും ചേർന്നിട്ട് ഒരു അസറ്റ് ഉണ്ടാക്കുന്നു. ഒരു നിയമം വഴി ലോക്കൽ ഫണ്ടും വിദേശ ഫണ്ടും ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ വന്നു ചേരുന്നു. ഇത് ഒരു ഫെയർനെസ് അല്ല, ഇതൊരു ഡിസ്ക്രിമിനേഷനാണ്. ഈ നിയമം ഒരു ഡിസ്ക്രിമിനേഷനാണെന്ന് പറയാൻ കാരണമുണ്ട്. എന്താണ് കാരണം? ഇന്ത്യയിൽ ആയിരക്കണക്കിന് നിയമങ്ങളുണ്ട്. ഇൻകം ടാക്സ് ആക്ട്, കമ്പനീസ് ആക്ട്, അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട്, മിനിമം വേജസ് ആക്ട് തുടങ്ങി ഒരുപാട് നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ നിയമങ്ങളിലൊന്നും അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്ന കാര്യം പറയുന്നില്ല. വൈ ഓൺലി ടു ദിസ് FCRA? മറ്റൊരാളെ ഉപദ്രവിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്താൽ ഉടനെ അവരുടെ പ്രോപ്പർട്ടി മുഴുവനും
ഗവൺമെൻറ്റിലേക്ക് വന്നു ചേരുന്ന ഒരു നിയമം ഇന്നില്ല. അവരുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളുണ്ട്, അവരുടെ മക്കളുണ്ട്. ഇവരെല്ലാം എന്ത് തെറ്റ് ചെയ്തു? ഒരു വ്യക്തി ഒരാളെ കൊന്നു, ഉടനെ തന്നെ ആ കൊല്ലുന്നതിൻ്റെ ശിക്ഷയായിട്ട് ആ വീട് മുഴുവനും സ്ഥലവും എല്ലാം ഏറ്റെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു നിയമം ഇന്ത്യയിലുണ്ടോ? FCRA ഈസ് എ റെഗുലേറ്ററി മെക്കാനിസം, നോട്ട് എ കൺട്രോളിങ് മെക്കാനിസം. ദർ ഇസ് നോ പവർ ടു അക്വയർ ദ പ്രോപ്പർട്ടി. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ FCRAയുടെ സെക്ഷൻ 15 തന്നെ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അത് ഇറ്റ് ഷുഡ് ബി ചലഞ്ച്ഡ് ബിഫോർ എ കോർട്ട് ഓഫ് ലോ. അപ്പോൾ FCRA ബില്ല് പാസ്സാകാൻ പാടില്ല. കാരണം ഇത് സമൂഹത്തിന് നല്ലതല്ല. ഞാനൊരു പർട്ടിക്കുലർ മതത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് പറയുകയല്ല. ഇന്ത്യയിലുള്ള സാധാരണക്കാരായ ജനങ്ങളെ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ബാധിക്കും. ജാതി നമ്മൾ നോക്കുവാണെങ്കിൽ ക്രിസ്ത്യൻസിന് പള്ളികളുണ്ട്, മുസ്ലിംസിന് മോസ്കുകളുണ്ട്, ഹിന്ദുസിന് അമ്പലങ്ങളുണ്ട്. ഈ അമ്പലങ്ങളുടെ എല്ലാം കൺട്രോൾ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, മോസ്കുകളുടെ കൺട്രോൾ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, പള്ളികളുടെ ബിഷപ്പ് ഹൗസിൻ്റെയും കൺട്രോൾ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. ഇവിടെയുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, റിലീജിയസ് കോൺഗ്രിഗേഷൻ ഉണ്ട്. ഇവരുടെ എല്ലാം കൺട്രോള് ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിലേക്ക് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകരമായ കാര്യമാണ്. ഈ ആക്ട് പാസ്സായി കഴിഞ്ഞാൽ ഗവൺമെൻറ് എക്സിക്യൂട്ടീവിനാണ് പവർ. പിന്നെ മെമ്പർ ഓഫ് പാർലമെൻറ്റിനോ മിനിസ്റ്റർക്കോ അല്ല പവർ. ഒരു ആക്ട് പാസ്സായാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് അതോറിറ്റിയാണ്. ആ ഗവൺമെൻറ് അതോറിറ്റി ഇത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലിയ ഒരു അരക്ഷിതാവസ്ഥ, അല്ലെങ്കിൽ ഒരു നിശ്ചലതാവസ്ഥ, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്ന അവസ്ഥ, ഇത് നമ്മുടെ രാജ്യത്ത് ടോളറബിൾ അല്ല. നമുക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമമല്ല. അതുകൊണ്ട് ഈ നിയമം വരാതിരിക്കണം. ഇത് ഒരു ഫോറിൻ സോഴ്സ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ അസറ്റ് വെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 2, ഇത് അസംബ്ലിയിൽ അല്ലെങ്കിൽ ലോകസഭയിലും രാജ്യസഭയിലും പാസ്സാകുന്നതിന് മുമ്പ് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിക്ക് ഈ ബില്ല് പഠിക്കാൻ കൊടുക്കണം. ആ എക്സ്പേർട്ട് കമ്മിറ്റി ഇന്ത്യയിലുള്ള എല്ലാ അഫക്റ്റഡ് ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാധിക്കുന്ന എല്ലാ സമുദായങ്ങളുടെയും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും അഭിപ്രായങ്ങൾ ആരായണം. ജാതി മത ഭേദമന്യേ എല്ലാ മതസ്ഥർക്കും ഇതിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അവസരവും കൊടുത്ത് അത് ചർച്ച ചെയ്ത് ഇതിനകത്ത് ഈ ബില്ല് ആവശ്യമില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കണം. ഈ ബില്ലിൽ എന്തെങ്കിലും ദോഷമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ ഈ രാജ്യത്തിന് NGOs ഇല്ലാതാകുന്നത് ഒരു തീരാ നഷ്ടമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ബില്ല് ഇങ്ങനെ പാസ്സായാൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയതുകൊണ്ട് അത് അപ്രോപ്രിയേറ്റ് കോർട്ടിൽ ചലഞ്ച് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നഖശികാന്തം എതിർക്കപ്പെടേണ്ട ഒരു ബില്ലാണ് 2026 FCRA അമെൻമെൻറ്റ് ബിൽ. വള്ളുവാതിക്കൽ സാർ അദ്ദേഹത്തിൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. FCRA ബില്ല് സാധാരണക്കാരെ എത്രമാത്രം മോശമായി ബാധിക്കുമെന്നും ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ അത് എത്രമാത്രം തകർക്കുമെന്നും വളരെ വ്യക്തമാക്കി സാർ നമുക്ക് പറഞ്ഞു തന്നു. ഇത്ര നേരവും ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും സാറിൻ്റെ അറിവിനും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു.